സപ്പോർട്ടാണ്. ഇവിടുന്ന് തുടങ്ങിയ മുട്ടായി തീറ്റി കോഴിക്കോട് വരെ, കോഴിക്കോട്ടാണ് അത് അവസാനിച്ചോളൂ. ബാലകൃഷ്ണ സാറും ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വരും, ഇവർക്ക് എന്തെങ്കിലും അസുഖം വരും, പിടിവിടും. സ്റ്റീഫൻ മ്യൂസിക്കൽ ലെജൻഡ് ആരാണ് ടീച്ചർ? ഞാൻ ടീച്ചറിനെ പറ്റി ആദ്യമായി നമസ്കാരം ട്രിവാൻഡ്രം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ്. ഇന്ന് 2-3 കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ വേറെ ജോലികൾ ടീച്ചറിൻ്റെ ഈ പ്രോഗ്രാമാണെന്ന് പറഞ്ഞാൽ ഞാനന്ന് അതൊക്കെ മാറ്റി വെച്ചിട്ട് അത് പോസ്റ്റ്പോണ്ടൊക്കെ ആക്കിയിട്ട് ടീച്ചർക്ക് വേണ്ടി ഞാൻ വന്നത്. ബിക്കോസ് ഇത് ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലൊരു ശിഷ്യനാണ് ടീച്ചറിൻ്റെ. ടീച്ചർ എന്നെ പാട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ടീച്ചറുടെ വാക്കുകളും ചിലരങ്ങനെയുണ്ടോ അതേപോലെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ടീച്ചർക്ക് ആയുസ്സും ആരോഗ്യവും. പിന്നെ പത്മശ്രീ അല്ലെങ്കിൽ പത്മ അവാർഡ് ടീച്ചർക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് മലയാളത്തിൻ്റെ സംഗീതത്തിന് കിട്ടിയ അവാർഡാണ് കേട്ടോ. ഫോർ മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കിന് കിട്ടുക അത് ചെറിയ കാര്യമല്ല. ഇന്ത്യൻ മ്യൂസിക്കിനൊക്കെ ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ വി ആർ സോ പ്രൗഡ്. പിന്നെ തിരുവനന്തപുരത്താണ്, ഞാൻ പാലക്കാട് തന്നെയാണ്, മറ്റു പാലക്കാടിനാണ്. പക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ആണെങ്കിൽ ചേച്ചി എൻ്റെ കൂടിയിട്ടാണ്, കേരളത്തിൻ്റെയാണ് ചേച്ചി. ചേച്ചി നല്ല ടീച്ചർ എന്നാ പറയാ. ചേച്ചി വിളിക്കുന്നുണ്ടോട്ടെ, അത് അങ്ങോട്ട് എഫക്റ്റ് ആയിപ്പോയി. ടീച്ചർ പല അവസരങ്ങളായിട്ട് എനിക്ക് അവസരം മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം എന്നെ പേഴ്സണലി ടീച്ചർ എന്നെ വിളിച്ചു. ടീച്ചർ പഠിച്ചിട്ടുള്ള ഒരു ശിഷ്യനുണ്ട്, ഒരു ഏകലവ്യൻ. അവിടെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഏമാനെ വിളിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു വന്ന മോനെ, അത് നന്നായി പാടും, പേര് ഹരിശങ്കർ, ശങ്കുവാണ്, ഒരു പ്രോഗ്രാമിൽ നീ ഒന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ടീച്ചറൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് ഓരോ തലമുറയിൽ വരുന്നവരെ പാടാൻ ഇഷ്ടമാണ്, അവരെ പഠിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ശങ്കു വന്നിട്ട് ഒരു പ്രോഗ്രാമിന് വന്ന് പാടി. അപ്പൊ എനിക്ക് അന്ന് അവൻ തകർത്തു, പറയണ്ട. രഘുവംശ ആദ്യം തുടങ്ങുന്നത്. കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റേജിന്റെ ഞാൻ അവിടെ ഇരിക്കണേ, ഞാൻ ഇവിടെ എത്തി. ഞാൻ പറഞ്ഞിട്ടു അന്ന് സംഭവമൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറെ വിളിച്ചു. ടീച്ചറാണോ പഠിപ്പിച്ചത്? അപ്പം ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നടക്കും. അതാണ് ഒരു ഗുരുനാഥയുടെ എഫക്റ്റ്. ആ വീട്ടിൽ ജീവിച്ചു, ആ കിടക്കുന്ന ആ സംഗീതത്തിന്റെ ഫ്രാഗ്രൻസ്. ചിലപ്പോൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ആ ഒരു ആംബിയൻസും ആ റെസോണൻസും ഒക്കെ ആയിട്ട് അത് ടീച്ചറിനെ പഠിപ്പിക്കാതെ പോയ ഒരു ഗംഭീരമായൊരു കലാകാരനാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള കണ്ടമാനം ആൾക്കാർ ടീച്ചറിനെ പറ്റി ഇവിടെയുണ്ട്. ടീച്ചർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, ടീച്ചർ എടുക്കുന്ന